പഴം ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും, പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാല് മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പാലിൻ്റെ അളവ് മുട്ടയുടെ വലുപ്പത്തിനും ബ്രെഡിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് മാറ്റം വരും. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒക്കെ മതിയാവും. നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിനും നമ്മുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും. ഞാനിതൊന്ന് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സൈഡ് കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.